ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡിയർ പാർക്കിലാണ്. ഞാനല്ല, എൻ്റെ ഫാമിലി മൊത്തമുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി കൊല്ലത്തുള്ള തെന്മലയിലുള്ള ഡിയർ പാർക്കിലാണ് വന്നിരിക്കുന്നത്. തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന പാർക്കാണ് ഡിയർ പാർക്ക്. ഇവിടെ ടിക്കറ്റിന് ഒരാൾക്ക് 50 രൂപയാണ്. 50 രൂപയ്ക്കുള്ള ഒരു ടിക്കറ്റിനായിട്ട് ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. 2 ഐറ്റം മാനുകൾ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ആയിട്ട് കാണുന്ന മാൻ ഇതാണ്. മ്ലാവെന്നാണ് ഇതിനെ പറയണത്. ഞങ്ങളിവിടെ എത്തിയ സമയത്ത് തന്നെ ഇവിടെ ഉള്ളൊരു മ്ലാവിനൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടി കുറേ പുല്ലൊക്കെ പറക്കി കൊണ്ടിട്ട് കൊടുക്കുന്നു. കാട്ടിൽ താമസിക്കുന്ന മാനുകൾക്കും ഇവിടെ നിന്ന് അവരെ സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ മരത്തിൻ്റെയൊക്കെ കൊണ്ടകൾ കട്ട് ചെയ്ത് കഴിക്കാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കൂടുതലായിട്ടും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ബാധിച്ച മാനുകളൊക്കെയാണ് അവരെ സംരക്ഷിക്കുന്നത്. ഇവിടെ 2 തരത്തിലുള്ള മാനുകളാണ് ഉള്ളത്. ഒന്ന് മ്ലാവും ഒന്ന് പുള്ളിമാനും. പുള്ളിമാനിന് ഞാൻ ഇതിന് ആഹാരം എടുത്ത് 2 ഇലയെടുത്ത് ഇങ്ങനെ കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് അതെൻ്റെ അടുത്ത് വന്ന് ഞാൻ കൊടുത്ത ഇലയൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. മാനിന് ഫുഡ് കൊടുക്കാൻ സമയമായതുകൊണ്ട് നമുക്ക് എല്ലാ മാനിനെയും അടുത്ത് നിന്ന് തന്നെ കാണാൻ പറ്റി. വലുതും ചെറുതുമായിട്ട് ഇവിടെ ധാരാളം മാനുകളുണ്ട്. ചെറിയ മാനൊക്കെ ആണെങ്കിൽ കൂടുതലും ദൂരെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്, ഇങ്ങ് അടുത്തോട്ട് വരുന്നില്ലായിരുന്നു. വലിയ തരത്തിലുള്ള മാനിനാണെങ്കിൽ അവർ ഈ മരത്തിൻ്റെ കൊണ്ട ഒടിച്ചിട്ടപ്പോൾ തന്നെ എല്ലാം വന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ ഒരു ഇലയെടുത്ത് അതിന് കൊടുത്തപ്പോഴത്തേക്കും അത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ പലതരത്തിലുള്ള മരങ്ങളുണ്ട്. ഓരോ മരത്തിൻ്റെ വലിപ്പം അങ്ങ് ആകാശമുട്ട പൊക്കമുണ്ട്. പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറേ ദൂരം നടന്ന് വന്നപ്പോഴത്തേക്ക്
അങ്ങോട്ട് പോകേണ്ട വഴി ക്ലോസ് ചെയ്തിട്ടിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ തിരിച്ചു പോകുന്നതാണ്. ഇപ്പം ഞാൻ ഫ്രണ്ട് ക്യാമറ എടുത്തിട്ട് കാർത്തിക് സൂര്യ ആവാൻ വേണ്ടി നോക്കിയതാണ്. എന്താണ് പറയണതെന്ന് വെച്ചാൽ ചുമ്മാ ബബ്ബടിച്ച് പോകണേണ്. ഓരോന്ന് ഷോ കാണിക്കാൻ വേണ്ടി ഓരോന്ന് ചൂണ്ടിക്കാട്ടി പറയണമെന്നേ ഉള്ളൂ. അല്ലാതെ ചുണ്ടനക്കുന്ന ഒരു പ്രക്രിയ മാത്രമായിരുന്നു ഇതിൽ. പക്ഷേ കുറേ സമയം ഇങ്ങനെ ഫ്രണ്ട് ക്യാമറ പിടിച്ചിട്ട് വാതോര സംസാരിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നെങ്കിലും വർക്കൗട്ട് ആവുമായിരിക്കും. ധൈര്യത്തോടെ ഫ്രണ്ട് ക്യാമറ എടുത്തിട്ട് എല്ലാവരും മുമ്പിലും ഓരോന്ന് പറയാൻ വേണ്ടി. എന്നെങ്കിലും ഒരു ദിവസം നടക്കും. വെയിറ്റ് ചെയ്യാം. കുട്ടികൾക്കുള്ള പാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. മുതിർന്നവർക്ക് വലിയവർക്ക് ഊഞ്ഞാലിൽ ആടാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതിനകത്ത് കയറുമ്പോഴത്തേക്കും കാടാണെന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടാൻ വേണ്ടി അവർ നല്ല രീതിയിൽ നിറയെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഫുൾ പ്രകൃതി മനോഹരമായൊരു സ്ഥലമാണ്. നല്ല നാളുകൾക്ക് ശേഷം അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. തിരിച്ചിറങ്ങാൻ നേരത്ത് ഞാൻ ഫ്രണ്ട് ക്യാമറ ഓണാക്കിയപ്പോഴത്തേക്കും ഏട്ടനാണെങ്കിൽ അവിടെ നിന്ന് ഓടിച്ചു കളിക്കുന്നുണ്ടായിരുന്നു, വീഡിയോയിൽ വരാതിരിക്കാൻ വേണ്ടി. എൻ്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞ് ഈ വീഡിയോ ഒന്നും എടുത്ത് അപ്ലോഡ് ചെയ്യില്ലെന്ന്. പക്ഷെ ഞാൻ കേൾക്കില്ല, എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഫ്രണ്ടിൽ ക്യാമറ ഓണാക്കി തന്നെ നടന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അടുത്തതായിട്ട് കാർത്തൂൻ്റെ ഹസ്ബൻഡായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് സ്പീഡിൽ നടന്ന് ഇപ്പം എന്നെ കാണുമ്പോഴത്തേക്കും ഒരു ചിരിയൊക്കെ ചിരിച്ച് അത് കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ചമ്മൽ പോലെ. പിന്നെ ഞാൻ ഒരു മൈൻഡും ചെയ്യാതെ സ്പീഡിലൊക്കെ നടന്നു പോയി.